എല്ലാവരും ഇപ്പോൾ സംസാരിക്കുന്നത് കാന്താര എന്ന ചിത്രത്തെക്കുറിച്ചാണ്. ഈ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഋഷഭ് ഷെട്ടി എന്ന നായകനെക്കുറിച്ചും സംവിധായകനെക്കുറിച്ചും സംസാരിക്കാതെ പോകാൻ സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ വളർന്നു വന്ന ഋഷഭ് ഷെട്ടി എന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഋഷഭ് കടന്നു വന്നിട്ടുള്ളത്. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. 2016 ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത് ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമാണ് താൻ ഇവിടേക്ക് എത്തിയത് എന്നാണ് പറയുന്നത്. 2016 ഒരു പഴയകാല അപ്ഡേറ്റിനെ കുറിച്ചും പറയുന്നുണ്ടായിരുന്നു. തന്റെ ആദ്യ ചിത്രമായ റിക്കിയുടെ ഷോ മംഗലാപുരത്ത് നടത്താൻ കഴിഞ്ഞതിൽ താൻ എത്രമാത്രം ആവേശഭരിതനായിരുന്നുവെന്നാണ് അദ്ദേഹം അന്ന് എഴുതിയത്. 10 വർഷത്തിനുള്ളിൽ താൻ എത്രത്തോളം മുന്നോട്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഋഷഭ് തന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നത്. ആദ്യ ദിവസം തന്നെ വലിയ രീതിയിൽ ബോക്സ് ഓഫീസ് തകർത്ത് മുൻപോട്ട് പോവുകയായിരുന്നു കാന്താര. കേരളത്തിലെ കുന്താപുര ജില്ലയിലെ കെരാടി എന്ന ചെറിയ ഗ്രാമത്തിൽ ജനിച്ച ഋഷഭ് ഷെട്ടി സിനിമാ താരമാകുന്നതിന് മുൻപ് അഭിനയത്തോടുള്ള അഭിനിവേശം ഒന്നുകൊണ്ട് മാത്രം പല ജോലികളും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് ഏജന്റായും ക്ലർക്കായും എന്തിന് ഹോട്ടൽ ജോലിക്കാരനായി പോലും ഹോട്ടലിൽ പ്ലേറ്റ് തുടയ്ക്കാൻ നിന്നിട്ടുണ്ട് ഋഷഭ്. പിന്നീടാണ് ബികോം ബിരുദം സ്വന്തമാക്കുന്നത്. പഠനകാലം അത്ര സുഖകരമല്ലാത്തത് കൊണ്ട് തന്നെ പാർട്ട് ടൈം ജോലികൾ ചെയ്യേണ്ടി വന്നു. ബിരുദം നേടിയതിനു ശേഷമാണ് ബാംഗ്ലൂരിലെ അഭിനയതരംഗ ഫിലിം സ്കൂളിലേക്ക് എത്തുന്നത്. അവിടെ നിന്ന് നാടകങ്ങളിൽ ഒരു കൈ നോക്കാൻ തീരുമാനിച്ചു. 2012 തുഗ്ലക് എന്ന ചിത്രത്തിലൂടെ തന്റെ അഭിനയ ജീവിതത്തിന്റെ ആദ്യാക്ഷരം കുറിച്ചു. പിന്നീട് ലൂസിയ, ഉളിതവരു കണ്ടേതേ തുടങ്ങിയ മികച്ച ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടി. 2016 റിക്കി സംവിധാനം ചെയ്ത അദ്ദേഹം കൾട്ട് ഹിറ്റായി മാറിയ കിരിക് പാർട്ടി സംവിധാനം ചെയ്തു. 2022 കാന്താര എന്ന മാജിക് സമ്മാനിച്ചുകൊണ്ട് രചന, സംവിധാനം, അഭിനയം എന്നിവയിലൂടെ വലിയൊരു ബ്രേക്ക് തന്നെ കരിയറിൽ നേടിയെടുത്തു. അങ്ങനെയാണ് മികച്ച നടനുള്ള അവാർഡ് ലഭിക്കുന്നത്. വർഷങ്ങളായി നിരവധി ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട് എങ്കിലും പിന്നീട് ജീവിതത്തിൽ തന്റേതായ സാന്നിധ്യം ഉറപ്പിക്കുവാൻ സാധിച്ചിട്ടുള്ള വ്യക്തിയാണ് ഋഷഭ് ഷെട്ടി. ഇതിൽ കുറച്ച് സൗഹൃദങ്ങളുടെയും കഥ പറയാനുണ്ട്. ഒരുപാട് സൗഹൃദങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിട്ടിരുന്ന ഒരു കാലഘട്ടം കൂടിയുണ്ട്. ഇതിലൊക്കെ പിടിച്ചു നിന്നത് പലരുടെയും സ്നേഹം നിറഞ്ഞ വാക്കുകൾ കൊണ്ടും ചില സൗഹൃദങ്ങൾ കൊണ്ടും ഒക്കെ തന്നെയാണ്. ഓഫീസ് ബോയിയായും ഡ്രൈവറായും ഒക്കെ ജീവിച്ചിട്ടുണ്ട്. സിനിമയിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും മുംബൈ തെരുവുകളിൽ അലഞ്ഞു നടന്ന, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പല ജോലികൾ ചെയ്യേണ്ടി വന്ന തന്റെ പഴയ കാലം ഒരിക്കലും അദ്ദേഹം മറന്നിട്ടില്ല എന്നതാണ് സത്യം. കരിയറിലും ജീവിതത്തിലും ഒരുപാട് മാറ്റം ഉണ്ടാക്കുന്നത് ഒരു ഷെട്ടി ഗ്യാങ് ഉദയം ചെയ്തപ്പോഴായിരുന്നു. രക്ഷിത് ഷെട്ടി, രാജ്ബി ഷെട്ടി എന്നീ 3 അസാധ്യ വ്യക്തികൾ ഒരുമിച്ച് ചേർന്നപ്പോൾ അതൊരു ഷെട്ടി ഗ്യാങ് ആയി മാറി. പിന്നീട് ഈ ഷെട്ടി ഗ്യാങ് ആണ് കന്നഡ സിനിമയെ തന്നെ മാറ്റിമറിച്ചത്. പല